4 മാസത്തിനുള്ളിൽ 2 തവണയെങ്കിലും ശരിക്കും പീസ് ഡീലിലേക്ക് എത്താൻ കഴിയുമായിരുന്ന നിലയുണ്ടായിട്ടുമാണ് അത് നിഷ്ഫലമാക്കിക്കൊണ്ട് ഈ വാർ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 28-ന് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മളത് നോക്കുകയാണെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ അത് ഒരു എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കാത്ത ഒരു ലോകയുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു തേർഡ് വേൾഡ് വാർ. കാരണം പങ്കെടുക്കണമെന്നില്ല, കാരണം അവരതിൻ്റെ കെടുതി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അമേരിക്കയോ ഇസ്രായേലോ മുന്നിൽ കണ്ടിട്ടില്ലാത്ത ഒരു വളർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയണം. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഈ സൗത്ത് പാർസ് എന്ന് പറയുന്ന ഇറാനിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ LNG പാടം, ഇത് അവിടെ ഈ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ ഇറാൻ്റെ പക്ഷത്ത് നിന്നാണ് സൗത്ത് പാർസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഖത്തറും കൂടി ഷെയർ ചെയ്യുന്ന ഒരു എണ്ണപ്പാടമാണ്. അത് അവരുടെ ഭാഗത്തെത്തുമ്പോൾ അത് നോർത്ത് ഫീൽഡ് ആവുന്നു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ പരസ്പരം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള, ഇറാനും ഖത്തറും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എണ്ണപ്പാടത്തെ കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് കാണണം. ആ ആക്രമണമാണ് ഈ യുദ്ധത്തിൻ്റെ തന്നെ, ഇതുവരെ നടന്ന ഈ യുദ്ധത്തിൻ്റെ തന്നെ സ്വഭാവത്തെ കംപ്ലീറ്റ് അട്ടിമറിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഖത്തർ US-ൻ്റെ താവളമാണ് അല്ലേ. ഖത്തറിന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ താവളം ഉണ്ടാക്കുന്നത്. ഖത്തറിൻ്റെ തന്നെ എനർജി റിസോഴ്സിലേക്ക് കൂടി ഇത് വ്യാപിക്കുന്ന തരത്തിൽ അത് അമേരിക്ക പറയുന്നു ഞങ്ങളല്ല, ഇസ്രായേലാണ് അത് ചെയ്തത് എന്നുകൂടി പറയുമ്പോൾ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ഏത് തലത്തിൽ നിന്നാണ് അവരിനി ഈ യുദ്ധത്തെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നു ഞങ്ങൾ ഇറാനെ ഒരു കാരണവശാലും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല, ഞങ്ങളത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങേയറ്റം മോശമായി കഴിഞ്ഞുവെന്ന് സൗദി അറേബ്യ പറയുന്നുണ്ട്. UAE അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് UAEക്ക് ആ നിലപാടുണ്ട്. ഖത്തറിന് ഈ കെടുതി അനുഭവിക്കുന്നതുകൊണ്ട് ഖത്തറിനുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ അവർക്ക് അവരുടെ പക്ഷത്ത്, അല്ലെങ്കിൽ അവരെ താവളമാക്കിയിട്ടുള്ള ഈ ഇസ്രായേലും ഇറാനും ചേർന്നുള്ള സഖ്യം അവരോട് കാണിക്കുന്ന കെടുതി കൂടി അവർ പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ റാസ ലഫാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ഈ എണ്ണപ്പാടം ഖത്തറിലെ, അതാണെങ്കിൽ ഏറ്റവും വലിയ എനർജി, ഒരു 20% ഓഫ് കയറ്റുമതി നടക്കുന്ന അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നടക്കാത്ത പ്രവർത്തനങ്ങളില്ല. ഈ നിർമ്മാണം മാത്രമല്ല, ലിക്വിഫിക്കേഷൻ നടക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് തകർന്നു പോവുക, അത് അവിടുത്തെ പ്രവർത്തനം ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ലോകത്തെ തന്നെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. ജിമ്മി നേരത്തെ പറഞ്ഞ പോലെ അത് സാധാരണ നിലയ്ക്കല്ല, അമേരിക്കയെ കൊണ്ട് ഈ മാപ്പിൻ്റെ ഭാഷയിൽ സംസാരിപ്പിക്കുന്ന ഒരു ആക്രമണമായി അത് മാറുകയാണ്.